അഫ്ഹി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഇർഫാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സിനിമയുടെ ട്രഡീഷൻസ് മൊത്തമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. ഇർഫാൻ, താങ്കൾ പറഞ്ഞു ചില സമയങ്ങളിൽ പണത്തിനു വേണ്ടി ജോലി ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് വളരെ പെയിൻഫുൾ ആയിരിക്കുന്നു ഞാൻ കേട്ടു. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ട്രഡീഷണൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ വലിയ സ്റ്റാറുകളും പണത്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. എല്ലാ വലിയ സ്റ്റാർസും കാശിന് വേണ്ടി മാത്രമാണ് അഭിനയിക്കുന്നതെന്ന് ഞാൻ പറയില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 100 കോടി കിട്ടിയില്ലെങ്കിൽ അവർ വലിയ സ്റ്റാർ അല്ല. ഫിലിംസിന് ഇതുപോലൊരു വിചിത്ര ശാപം അവർ തന്നിട്ടുണ്ട്. അതൊക്കെ തകർക്കുക എന്നുള്ളത് എൻ്റെ അടിസ്ഥാനപരമായ കടമയാണെന്ന് ഞാൻ കരുതുന്നു. ഇതെനിക്ക് സാക്ഷാൽ ദൈവം എന്നെ ഇങ്ങനൊരു മിഷനു വേണ്ടിയാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. തെറ്റായ കാര്യങ്ങളെ എതിർക്കും, അതിനെതിരെ ചോദ്യമുയർത്തും. താങ്കൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അതായത് 100 കോടി വാങ്ങിക്കുന്ന സ്റ്റാറിനെ എല്ലാം ബ്രേക്ക് ചെയ്ത് അവരെക്കാൾ ഉയർന്ന 1000 കോടി സ്റ്റാർ ആവാൻ പോവുകയാണെന്നല്ലേ? ഞാൻ 1000 കോടിയുടെ ആള് തന്നെയാ. എൻ്റെ സിനിമകൾ പറഞ്ഞു വന്നാൽ സിനിമ എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു മിക്സ്ചറാണ്. ഇതിൽ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും സാന്നിധ്യമുണ്ട്. ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല. ഒരു കഥയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ദൈവികമാണ്. അത് മുഖാന്തരം എനിക്ക് ഒരുപാട് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ കഴിയും. അതാണ് ഇതിന്റെ ശക്തി. ഈസിയായി എനിക്ക് ജനങ്ങളിലേക്ക് എത്താൻ കഴിയും. അത് 10 വർഷമെങ്കിലും അവർ ഓർത്തോണ്ടിരിക്കും. ഇർഫാൻ, താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? സരസ്വതി ഫിലിമിൽ ഉണ്ടായിരിക്കണം, ആ ഒരു പവിത്രത സിനിമയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മല്ലിക ഷെറാവത്തിനോടൊപ്പം കിസ് ചെയ്ത സീനിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതും ഒരു പവിത്രതയുള്ളതാണ്. അവര് ലക്ഷ്മിയെപ്പോലെ എനിക്ക് തോന്നുന്നു. ആ സമയത്ത് എന്റെ മനസ്സിൽ ലക്ഷ്മിയാ കടന്നു വന്നത്. അതിനുശേഷം താങ്കൾ സാത് കൂൻ മാഫ് സിനിമയിലാണ് അഭിനയിച്ചത്. അത് ആക്ച്വലി ആ റോൾ അത് എഡിറ്റ് ചെയ്ത വിധത്തിൽ വളരെ മാറ്റമുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ റോളല്ല. പക്ഷെ എനിക്ക് വിശാൽ സാറിൻ്റെ ഒപ്പം പ്രവർത്തിക്കണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം ഓഫർ ചെയ്തപ്പോൾ ഞാനപ്പോ ചാൻസ് അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് ആ റോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം വൈഫ് ബീറ്റർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പുലമ്പിക്കൊണ്ടിരുന്നു. അതായത് ഇതിൽ എനിക്ക് എന്താ ചെയ്യാനുള്ളത്, ഇതിൽ നിന്ന് എനിക്ക് എന്താ പഠിക്കാനുള്ളതെന്നൊക്കെ ഓർത്ത്. അതായത് ഒരു പെണ്ണിനെ തല്ലുന്നതിൽ, അവരെ ഉപദ്രവിക്കുന്നതിൽ. പക്ഷേ ഞാനതിൽ കുറച്ച് വർക്കൗട്ട് ചെയ്തു. പക്ഷേ എഡിറ്റിംഗ് സമയത്ത് അതിൽ നിന്ന് കുറേ പോർഷൻ അവർ എടുത്തു മാറ്റി. പക്ഷേ ഇക്കാര്യം സത്യമല്ലേ? താങ്കൾ എത്രയോ സിനിമകളിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അത് താങ്കൾ ആഗ്രഹിച്ചല്ല ചെയ്തത്, പണത്തിനു വേണ്ടി മാത്രം ചെയ്ത കാര്യമാണ്. പക്ഷേ ആ പടങ്ങളൊന്നും ശരിക്കും ഓടിയതുപോലുമില്ല. അതെ, അതുപോലെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാ മനുഷ്യരാകുമ്പോൾ എക്സ്പെരിമെന്റിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തെന്ന് വരാം. ഈ പടം ഹിറ്റാവോന്നൊന്നും എനിക്കറിയില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ സിനിമ ചെയ്യുമ്പോഴാണ് താങ്കൾക്ക് ഇങ്ങനൊരു സിനിമ ചെയ്തിരിക്കാൻ പാടില്ലെന്ന് ഒരു തോന്നൽ ഏർപ്പെട്ടത്? ഒരുപാടെണ്ണമുണ്ട്. പക്ഷെ പേര് പറഞ്ഞാൽ ശരിയാവില്ല. ഡയറക്ടർക്ക് പോലും അത് ശരിയാണെന്നേ തോന്നൂ. അവരെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. അതുപോലെയുള്ള സിനിമകൾ ഒരുപാടുണ്ട്. സെറ്റിനകത്ത് കയറിയതും നമ്മൾ തെറ്റ് ചെയ്തല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കാശ് വാങ്ങിച്ചതിന്റെ പേരിൽ, സൈൻ ചെയ്തതിന്റെ പേരിൽ ഞാൻ അതിന് പിന്മാറിയാൽ പിന്നെ അത് ശരിയാവില്ല. പലരും പലതും പറയും. അതുകൊണ്ട് അതെല്ലാം ഫിനിഷ് ചെയ്ത് കൊടുത്തേ പറ്റൂ. പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ആണ്. അതൊരു യാത്രയാണ്. ആ യാത്ര ചെയ്തേ പറ്റൂ. കല്യാണം കഴിച്ച് നമുക്ക് ഇഷ്ടമായില്ലെങ്കിലും പെട്ടെന്ന് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെയെങ്കിലും സ്വീകരിച്ചല്ലേ പറ്റൂ. താങ്കളുടെ സിനിമകളാണെങ്കിലും ശരി, താങ്കളുടെ ആക്ടിംഗ് ആണെങ്കിലും ശരി, അതിന്റെ വലിയൊരു ജഡ്ജിമാർ ഇവരാണ്. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇവിടെ ധാരാളം പേരുണ്ട്. അവരിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അടുത്ത ആരാണ് ചോദിക്കാൻ പോകുന്നത്? അവിടെ മൈക്ക് കൊടുക്കൂ, ആ സെക്കൻഡ് റോയിൽ. താങ്കൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത റോൾ എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? അത് ജയ് ഹനുമാൻ റോളാണ്. താങ്ക് യു സർ, താങ്ക് യു സർ. നിങ്ങളുടെ പടം താങ്ക് യു റിലീസായി. അതിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. പെൺകുട്ടികളെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും എനിക്ക് നന്നായി അറിയാമെന്ന്. സത്യമാണ്, അത് സത്യമാണ് സാർ. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കുറേ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറയൂ സാർ. ശരി, ഞാൻ ടിപ്സ് തരാം. അതായത് മനുഷ്യരുടെ ഉള്ളു നോക്കുകയാണെങ്കിൽ ഒരാണിന്റെ ഉള്ളിൽ ആണും ഉണ്ടാവും, പെണ്ണും ഉണ്ടാവും. തീർച്ചയായും. അതുപോലെ ഒരു പെണ്ണിന്റെ ഉള്ളിൽ പെണ്ണും ഉണ്ടാവും, ആണും ഉണ്ടാവും. അതിലുള്ള പെണ്ണിനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം, നന്നായി ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. താങ്കളുടെ കരിയറിലേക്കുള്ള ജേർണി അത് മുംബൈയിൽ നിന്നും ഹോളിവുഡ് ഇന്റർനാഷണൽ വരെ എത്തി.
താങ്കൾക്ക് ഹോളിവുഡിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമില്ലേ? എനിക്ക് അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടായിരുന്നു, അതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസും എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ, ഒരുപക്ഷെ ഞാൻ യങ് ആണെങ്കിൽ ഇങ്ങനെയൊരു ചാൻസ് എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നാട് വിട്ട് ഞാൻ അവിടെ സെറ്റിലായേനെ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. കാനഡയിൽ പോയിട്ടുണ്ട്. അവിടെ 40 വയസ്സിൽ കൂടുതലുള്ള ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ വളരെ വിഷമത്തിലായിരിക്കും അത് ചെയ്യുന്നത്. യങ് ജനറേഷനിലുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ ഇൻവോൾവ് ആകും. അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ കാണുന്നതിൽ കൂടുതൽ പേരും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് നല്ലതാണ്. സോ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് വേറൊരു രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല. എനിക്ക് എൻ്റെ രാജ്യത്ത് തന്നെ കഴിയുന്നതും ഇവിടെ തന്നെ ജീവിക്കുന്നതുമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇർഫാൻ, താങ്കൾ ഇവിടെയുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ മാറ്റാൻ താങ്കൾ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ ട്രഡീഷണൽ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫിലിം സ്റ്റാറിന് ഗോസിപ്പ് വളരെയധികം വരാറുണ്ട്. പക്ഷെ താങ്കളുടെ ലൈഫ് എത്രത്തോളം ബോറിംഗ് ആണെന്ന് വെച്ചാൽ എത്രത്തോളം അന്വേഷിച്ചിട്ട് ഒരു ഗോസിപ്പും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു നല്ല ഓപ്പറേറ്ററാണ്. അതായത് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്താണെന്ന് വെച്ചാൽ മമത പട്ടേൽ ഇർഫാന്റെ മേൽ കാസ്റ്റിംഗ് കൗച്ച് ആരോപിച്ചിരിക്കുകയാണ്. ഞാൻ അത്രയും വലിയ ആളൊന്നുമല്ല അവർക്ക് ഈ റോള് കൊടുക്കരുത്, അവർക്ക് ഈ റോള് കൊടുത്താൽ മതി എന്നൊക്കെ പറയാൻ വേണ്ടി. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോരെ. മറ്റൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. മാഹി കാരണം ഇർഫാനും മാനസിക്കും നടുവിലൊരു അകൽച്ച ഏർപ്പെട്ടെന്ന്. ഇപ്പൊ അത് മാഹിയോട് വേണം ചോദിക്കാൻ. അതിനെക്കുറിച്ച് ഞാൻ എന്തു പറഞ്ഞാലും അതൊരിക്കലും പൂർണ്ണമാവില്ല. മാഹി വളരെ നല്ല നിഷ്കളങ്കയായ ഒരു പെണ്ണാണ്. പിന്നെ ഞാനും തിമാൻഷിയും തമ്മിൽ അകലാൻ വേറൊരു പെണ്ണ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് അകൽച്ച വരണമെങ്കിൽ അത് വരും. അതിന് വേറെ ആരുടെ ആവശ്യമില്ല. നിങ്ങൾ പരസ്പരം നല്ല സൗഹൃദമാണെന്നാണ് ഞാൻ കേട്ടത്. അതെ അതെ അതെ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഇനിയുള്ള എല്ലാ ജന്മത്തിലും അവനെ കണ്ടുമുട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവനെൻ്റെ ഫ്രണ്ടായിരിക്കണം. സോ പറ്റുമെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുവാണെങ്കിൽ ഞാൻ അവനെ വാങ്ങിച്ചുകൊണ്ടുപോയി വീട്ടിൽ വെക്കും. താങ്കളുടെ ലൈഫ് ശരിക്കും താങ്കൾക്ക് ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയില്ലേ? കാരണം കഷ്ടപ്പെട്ടാണ് ഞാൻ താങ്കൾക്കെതിരായിട്ട് 2 ഗോസിപ്പ് കണ്ടുപിടിച്ചത്. ഞാൻ ഇതാണ് പറഞ്ഞത്, ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു ഗോസിപ്പും ഉണ്ടാവില്ല. ഞാൻ പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്തു മനസ്സിലാക്കണോ അത് ഞാൻ ചെയ്തില്ല.